ഹലോ ഫ്രണ്ട്സ്, ചക്രവാണി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആറ്റമായിരുന്നു. അപ്പം ആറ്റത്തിന് ശേഷം വരുന്ന ബാക്കി ഭാഗമാണ് നമ്മളിനി പറയാം. അപ്പോൾ ആദ്യത്തെ ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് നിങ്ങൾ കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമുക്ക് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഓക്സീകരണം നിരോക്സീകരണം വരാം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺ വിന്യാസമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇലക്ട്രോൺ വിന്യാസമാണ് അടുത്ത നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഇലക്ട്രോൺ വിന്യാസം എല്ലാ നിലവാരത്തിലുള്ള പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒന്നാണ് ഇലക്ട്രോൺ വിന്യാസം. നമുക്കറിയാം, ഒരാറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ഒരാറ്റത്തിൻ്റെ കേന്ദ്രം ചോദിച്ചാൽ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഇരിപ്പുണ്ട്, ന്യൂട്രോൺ ഇരിപ്പുണ്ട്. പ്രോട്ടോൺ ഇരിപ്പുണ്ട്, ന്യൂട്രോൺ. ഒരാറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നു? പ്രോട്ടോണും ന്യൂട്രോണും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പം ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്തത് കൊണ്ട് ന്യൂക്ലിയസിന് ചാർജ് നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് ചാർജ്. ഇനി ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. കണ്ട, അപ്പം ന്യൂക്ലിയസ് ചുറ്റും ഇങ്ങനെ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കണ്ട, അപ്പം ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഈ പാതയെ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ഈ സഞ്ചാര പാതയെ വിളിക്കുന്ന പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയും. അപ്പോൾ LDയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? എന്തു പറയാം? ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയും. ന്യൂക്ലിയസിന് ചേർന്ന് കാണപ്പെടുന്ന ഷെല്ലിൻ്റെ പേര് കെ ഷെൽ, അടുത്തത് എൽ ഷെൽ, അടുത്തത് എം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഷെല്ലിൽ കൊള്ളാവുന്ന എത്ര ഇലക്ട്രോണുകൾ കൊള്ളും എന്ന് അറിയണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് 2n². ഇത് LGSന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്ന ഫോർമുല. അപ്പം 2n². അപ്പം നമ്മൾ ആദ്യത്തെ ഷെല്ല് കെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ കൊള്ളുമെന്ന് നോക്കാം. അപ്പം എന്നിൻ്റെ സ്ഥാനം, കെ എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെൽ, അപ്പം എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്ത് നോക്കും. അപ്പം നോക്കാം, 2 × 1² ദാറ്റ് ഈസ് ഇക്വൽ ടു 2. അപ്പം കെ ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 2. ഓക്കെ, അടുത്ത നമുക്ക് എല്ലിലേക്ക്, രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോകാം. അപ്പൊ 2 × L എന്ന് പറയുന്ന രണ്ടാമത്തത്. അപ്പൊ 2² അപ്പൊ 2² 4, 4 2 8. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ L ഷെല്ലിനകത്ത് 8. അപ്പൊ എം ഷെല്ലിനകത്ത് എത്ര കൊള്ളാം? 2 × 3² 3² 9, 9 2 18. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായ? അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് എക്സാം ചോദിക്കാം. ഒന്നുകിൽ ചോദിക്കുന്ന എൽ ഷെല്ലിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 18. അല്ലെങ്കിൽ കെ ഷെല്ലിൽ എത്ര? 2. ഇങ്ങനെയാണ് ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് LD നിലവാരത്തിൽ പഠിക്കാനുള്ളത് 20 വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിക്കണം. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ഷെല്ലിൽ 2, പിന്നെ ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 വന്ന് നിൽക്കണം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വന്നാൽ മാത്രമേ ആ ആറ്റത്തിന് എന്ത് കൈവരിക്കാൻ പറ്റത്തുള്ളൂ? സ്ഥിരത കൈവരിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഷെല്ല് വെച്ച് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ഒന്ന് ചെയ്തു നോക്കാം. അപ്പം എൻ്റെ കൂടെ തന്നെ നിങ്ങളിന്ന് ചെയ്തു നോക്കണേ, എൻ്റെ കൂടെ തന്നെ ചെയ്തു നോക്കണേ. എല്ലാ എക്സാമിനും ഇതിന് ചോദ്യം കിട്ടും. ഇപ്പം നോക്കാം, സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, ലിഥിയം 3. അപ്പം നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. ആദ്യത്തെ ഷെല്ലിനകത്ത് എത്ര കൊള്ളുന്നു? 2. അപ്പം 3ൽ നിന്നും 2 പോയി, ബാക്കി 1. കണ്ട, അപ്പം ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് വന്നു? 2, 1. എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അവർ ഇത് തരത്തിലാണ്ട് ഇതെന്ന് തരും. എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന പീരീഡ് ഗ്രൂപ്പൊക്കെ അത് പറഞ്ഞുതരാം. അപ്പം ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 1. അത് കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 1. ഓക്കെ, അടുത്ത നോക്കാം, വേറെ നോക്കാം. സോഡിയം 11 നമുക്ക് നോക്കാം. 2 അടുത്ത ഷെല്ലിനകത്ത് 2, അടുത്തത് 8. ഇപ്പം 10 ബാക്കി 1, 11. കണ്ട, അപ്പോൾ സോഡിയം എങ്ങനെ വന്നു? 2, 8, 1.
അപ്പോൾ എൽ ഡിയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം എടുക്കുക. എൽ ഡിയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എടുക്കാം. കാൽസ്യം 20 നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഷെല്ലിനകത്ത് 2, അടുത്തതിനകത്ത് 8, ഇപ്പം 10 ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന 2, 8 പിന്നെ 18 വരേണ്ടത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ പൂർത്തീകരിച്ചു പോവുക. അപ്പോൾ 2, 8 10 അടുത്ത 8 18 ബാക്കി വരുന്ന 2 കണ്ടോ. ഇലക്ട്രോൺ വിന്യാസം വന്നാണ്ട കാൽസ്യം 2, 8, 8, 2. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കുന്നത് ഇത് അവർ തരുന്നു. ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം അവർ തന്നിട്ട് ഏത് പീരീഡാണ് ഏത് ഗ്രൂപ്പ് എന്ന് ചോദിക്കും. നമുക്ക് നോക്കാം. പീരീഡ് കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി ഷെല്ലുകളുടെ എണ്ണം നോക്കുക. അപ്പൊ നാം ഫസ്റ്റ് ചെയ്ത കണക്ക് നോക്കാം. ലിഥിയം 2, 1. അപ്പൊ ഇവിടെ എത്ര ഷെല്ലുണ്ട് നോക്കാം. 1, 2. അപ്പൊ ഇത് എത്രാമത്തെ പീരീഡ്? 2ാമത്തെ പീരീഡ്. ഓക്കെ, അടുത്ത നോക്കാം. ഇതേ കണക്ക് നിങ്ങൾ എഴുതി നോക്കേ. 1, 2, 3 മൂന്നാമത്തെ പീരീഡ്. ഓക്കെ, അടുത്ത നോക്കാം. 1, 2, 3, 4. അപ്പം ഇതിൻ്റെ പീരീഡ് 4ാമത്തെ പീരീഡ്. ഓക്കെ, അപ്പം പീരീഡ് കണ്ടുപിടിച്ച മനസ്സിലായ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഷെല്ലുകളുടെ എണ്ണം പീരീഡിനെ സൂചിപ്പിക്കുന്നു. ഡൗട്ടുള്ളവർ ആ നോട്ടും പോയിന്റ് ചെയ്ത് വെച്ചോണം. ഷെല്ലുകളുടെ എണ്ണം പീരീഡിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ 2 ഷെല്ല്, 2ാമത്തെ പീരീഡ്. അടുത്തത് 1, 2, 3 ഷെല്ലുകളുടെ എണ്ണം 3. അപ്പൊ 3ാമത്തെ പീരീഡ്. അടുത്തത് 4. അപ്പൊ 4ാമത്തെ പീരീഡ്. ഓക്കെ, അപ്പൊ ഷെല്ലുകളുടെ എണ്ണം പീരീഡ്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് അവസാനം വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം. നോക്കാം. ഫസ്റ്റ് കണക്കിൽ അവസാനം 1, 1ാമത്തെ ഗ്രൂപ്പ്. അവസാനം 1, 1ാമത്തെ ഗ്രൂപ്പ്. അവസാനം 2, എത്രാമത്തെ ഗ്രൂപ്പ്? 2ാമത്തെ ഗ്രൂപ്പ്. ക്ലിയർ ആയ? ഏറ്റവും പുറമെ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഗ്രൂപ്പിനെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വേറൊരു കണക്കൊന്ന് ചെയ്ത് നോക്കാം. വേറൊരു കണക്ക് ഓക്സിജൻ 8. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിപ്പം പഠിച്ച കണക്ക് തന്നെ നിങ്ങൾ എഴുതിക്കോ. ആദ്യത്തെ ഷെല്ലിനകത്ത് 2. ഓക്കെ, കറക്റ്റാണ്. അടുത്ത ബാക്കി വരുന്ന 6, 2, 6. അപ്പം നമുക്ക് പീരീഡ് നോക്കാം. ഷെല്ലുകളുടെ എണ്ണത്തിലേക്ക് നോട്ടെ. 1, 2. അപ്പം 2ാമത്തെ പീരീഡ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് അവസാനം വരുന്ന ഇലക്ട്രോണിന്റെ എണ്ണം. ഇവിടെ വന്നപ്പോൾ 6 വന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് വേറൊരു നിയമം പറയുകയാണ്. അവസാനം 3 അതിൽ കൂടുതൽ വന്നാൽ 10 കൂടെ കൂട്ടുക. അപ്പൊ നോക്കാം. അവസാനം 6 വന്നു, 3ന് മുകളിലല്ലേ? അപ്പൊ 10 കൂട്ടുന്നു. 16ാമത്തെ ഗ്രൂപ്പ്. ശരിയായ? 16ാമത്തെ ഗ്രൂപ്പ്. അത് കണക്ക് വേറെ ഒന്നും കൂടെ നോക്കാം. ശരി, അടുത്ത കണക്ക് നോക്കേ. അടുത്ത കണക്ക് ഇത് K19. അതപ്പോൾ നമ്മൾ ചെയ്തല്ലേ, സോഡിയം പൊട്ടാസ്യം. അപ്പൊ ഇത് ഈ മോഡലിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആർഗൺ 18. ഓക്കെ, ഇത് ചെയ്യും. ആർഗൺ 18 എഴുതി നോക്കാം. ആദ്യത്തെ ഷെല്ലിനകത്ത് 2, അടുത്തതിനകത്ത് 8, 10, അടുത്തതിനകത്ത് 8, 18. ഓക്കെ, ഇനി പീരീഡ് പറ. പീരീഡ് 1, 2, 3. ഓക്കെ, കറക്റ്റാണ്. ഗ്രൂപ്പ് അവസാനം നോക്കുന്ന ഇലക്ട്രോൺ നോക്കുക. അപ്പം നോക്കിയപ്പോൾ കണ്ടു 3ന് മുകളിൽ വന്നു, 10 കൂട്ടുന്നു. 8 വന്നു, 10 കൂട്ടുന്നു. 18ാമത്തെ ഗ്രൂപ്പ്. ഇതാണ് 20 വരെയുള്ള മൂലകങ്ങളുടെ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് വെച്ചുള്ള ഇലക്ട്രോൺ വിന്യാസം. LD, LGS എഴുതുന്നവർ ശ്രദ്ധിക്കുക. എപ്പോഴും 20-നകത്തുള്ള ചോദ്യം കിട്ടും. 20-ന് മുകളിലോട്ട് പോകുമ്പോൾ +2 ലെവലിൽ ഇപ്പോൾ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ 20 വരെ ചെയ്യുന്ന ക്ലിയർ ആയ? ഒന്നും കൂടെ പറഞ്ഞു തരാം. എപ്പോഴും ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ഷെല്ലിനകത്തെ 2 എഴുതുക, ബാക്കി എല്ലാത്തിലും 8 വെച്ച് ചെയ്തു പോവുക. 8 കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് സംശയം വന്നാണ്ട് ഇവിടെ ഓക്സിജനകത്ത് 6 അല്ലേ വന്നത്? അറ്റോം നമ്പർ 8 ആയതുകൊണ്ട് 2, 6 വരത്തോളൂ. ക്ലിയർ ആയ? അപ്പം 8 കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് ബാക്കി പോകാൻ. പിന്നെ ഓർക്കുക, പീരീഡ് കണ്ടുപിടിക്കുന്നത് ഷെല്ലുകളുടെ എണ്ണം, ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് അവസാനം വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം.
അവസാനം ഇലക്ട്രോൺ 3 മുകളിലോട്ട് 3 അതിൽ മുകളിലോട്ട് വരുമ്പോൾ 10 കൂടെ കൂട്ടിയിട്ട് എഴുതാവും. അല്ലാതെ വരും. ഇപ്പം നമുക്ക് ലിഥിയം 2 പീരീഡ് 2 ഗ്രൂപ്പ് 1. പക്ഷെ ഇവിടെ പറഞ്ഞപ്പോൾ നോക്കേ 2 6 പീരീഡ് 2 ഗ്രൂപ്പ് അവസാനം 3 മുകളിൽ വന്നുകൊണ്ട് 10 കൂട്ടുന്നു 16ാമത്തെ ഗ്രൂപ്പ്. ക്ലിയർ ആയ? ഓക്കെ. അപ്പം 20 വരെയുള്ള ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് വെച്ചുള്ള ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മൾ ഇപ്പം പറഞ്ഞത്. ഇനി നമുക്ക് ഇതേ കണക്ക് 20 വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം സബ്ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റൽ വെച്ച് പഠിക്കണം. അപ്പോൾ ഓർബിറ്റൽ എന്താ? ഓർബിറ്റ് എന്താ നമ്മൾ പറഞ്ഞു? ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളെ സഞ്ചാര പാതയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. അങ്ങനെയാണെങ്കിൽ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഷെല്ലിനകത്ത് കറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുമുട്ടുവാൻ സാധ്യതയുള്ള മേഖല, ഇലക്ട്രോണുകളെ ഏറ്റവും കൂടുതൽ കണ്ടുമുട്ടുവാൻ സാധ്യതയുള്ള മേഖലയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ അല്ലെങ്കിൽ സബ് ഷെൽ. ഇതാണ് ഈ വർഷം ഫയർഫോഴ്സിന് ചോദിച്ച പോയിന്റാണ്. ഇലക്ട്രോണുകൾ ഏറ്റവും കൂടുതൽ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള മേഖലയെ അറിയപ്പെടുന്ന പേരാണ് ഓർബിറ്റൽ അല്ലെങ്കിൽ സബ്ഷെൽ എന്ന് പറയും. അപ്പം നമ്മൾ ഓർബിറ്റലുകളെ ഒന്ന് പരിചയപ്പെടാം. ഓർബിറ്റലുകൾ 4 എണ്ണമാണ്. എസ് എന്ന് പറയുന്ന ഓർബിറ്റലുണ്ട്, പി ഡി എഫ്. പ്രധാനപ്പെട്ട ഓർബിറ്റലുകൾ എസ്, പി ഡി എഫ്. എസ് ഓർബിറ്റിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 2 ആണ്. എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. ഇതാദ്യം മനസ്സിലാക്കി വെക്കുക. ഓരോ ഓർബിറ്റലിനും കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. ഇനി നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ 20 വരെയുള്ള കണക്ക് ചെയ്യുന്നതിൻ്റെ ഫോർമുല. നമ്മൾ ഇതിൻ്റെ ഫോർമുല കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ ഇഷ്ടമുണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ പോകുന്നില്ല. കാരണം നമ്മൾ എക്സാം രീതിയിൽ ഒരു ഫൈനൽ രീതിയിൽ ഒന്ന് റിവിഷൻ നടത്തി നിങ്ങൾ പോകാം. നിങ്ങൾ പഠിച്ചതെല്ലാം ഒന്ന് മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ 20 വരെയുള്ള കണക്കിൻ്റെ ഫോർമുല എടുക്കാം. 1s, 2s, 2p, 3s, 3p, 4s. അങ്ങോട്ടുണ്ട് നമുക്ക് 20 വരെയുള്ള കണക്കിൻ്റെ ഫോർമുല ഇതാ. അപ്പോൾ ഓരോ ഘട്ടമായിട്ട് പഠിച്ചു വെക്കുക. എളുപ്പ വഴിയാണ്. 1s, 2s, 2p, 3s, 3p, 4s. ഇതാണ് 20 വരെയുള്ള കണക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഒരു കണക്കെടുക്കാം. സോഡിയം 11. ഇത് നമ്മളൊന്ന് സബ്ഷെൽ വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ഫോർമുല എടുക്കുക. 1s. കറക്റ്റായ? അപ്പോൾ സബ്ഷെല്ലിൻ്റെ പേര് എസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു എസിനകത്ത് എത്ര ഇലക്ട്രോൺ കൊള്ളും? അപ്പോൾ 2. അപ്പോൾ മുകളിൽ ഇങ്ങനെ 2 കൊടുക്കുക. അപ്പോൾ 11 2 പോയി കഴിഞ്ഞേ. ഓക്കെ, ശരി. അടുത്തതിലേക്ക് നോക്കാം. 2s. അതും എസ് തന്നെയാണ്. എത്ര എണ്ണം കൊള്ളും? 2. ഇപ്പം 4 ആയി കഴിഞ്ഞു. അടുത്ത നോക്കേ. 2p. പിക്കകത്ത് എത്ര കൊള്ളും? 6 കൊള്ളും. അപ്പോൾ 6 എഴുതുന്നു. ഇനി കൂട്ടി നോക്കേ. 10 ആയതേ ഉള്ളൂ. ഇവിടെ 11 ഉണ്ട്. പിക്കകത്ത് മാക്സിമം 6 കൊണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത് എടുക്കുക. 3s. അതിൽ ഒരെണ്ണം. ബാക്കി എസിനകത്ത് 2 എണ്ണം കൊള്ളും. പക്ഷേ ഇതിൻ്റെ ബാലൻസ് 1. അപ്പോൾ നമ്മൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി. 1s2, 2s2, 2p6, 3s1. ഓക്കെ. വേറെ നോക്കാം. വേറൊരു കണക്ക് നമുക്ക് നോക്കാം. കാർബൺ 6 നോക്കാം. നിങ്ങളിന്ന് എഴുതി നോക്കിക്കോ. അടുത്ത ഫോർമുല 1s. എസിൽ 2 എണ്ണം കൊണ്ടു. ഓക്കെ. അടുത്ത ഫോർമുല 2s. അതും എസ് ആണ്. 2 കൊണ്ടു. ഇപ്പം 4 ആയി. അടുത്ത ഫോർമുല 2p. ഇതിൻ്റെ ബാലൻസ് 2. ഓക്കെ. അപ്പോൾ കാർബൺ നിങ്ങൾ എഴുതിയത് ഇങ്ങനെ ആണെന്ന് നോക്കേ. 1s2, 2s2, 2p2. കറക്റ്റ് ആയല്ലേ? ശരി. ഇനി നമുക്ക് ഇതിൻ്റെ പീരീഡ്, ഇത് എക്സാമിന് ചോദിക്കുന്നത് ഇത് തരും. ചിലപ്പോൾ അവസാനത്തെ മാത്രം തരും. എത്രാമത്തെ പീരീഡ്, എത്രാമത്തെ ഗ്രൂപ്പ്, ഏത് ബ്ലോക്ക്, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ക്ലിയർ ആയ? നമ്മൾ 20 വരെ ഷെല്ല് പഠിച്ചപ്പോൾ പീരീഡും ഗ്രൂപ്പും മാത്രമേ വന്നുള്ളൂ. ഇത് പഠിക്കുമ്പോൾ ബ്ലോക്കും കൂടെ പഠിക്കുക. അപ്പം നമുക്ക് നിയമം പറഞ്ഞുതരാം. പീരീഡ് കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി, നിങ്ങൾ ഈ ചെയ്ത കണക്കിൻ്റെ അവസാനം വരുന്ന ആ സൈഡിൽ കിടക്കുന്ന നമ്പർ നോക്കുക. എളുപ്പ വഴിയാണ്, പെട്ടെന്നറിയാൻ വേണ്ടി. അപ്പം അവസാനം കിടക്കുന്ന സംഖ്യ 3. അപ്പം സോഡിയം എന്ന് പറയുന്ന മൂലകം 3ാമത്തെ പീരീഡിൽ വരും.
അപ്പോൾ അടുത്ത കാർബൺ നോക്കെ, നിങ്ങൾ ഇതിനെ പറ. അവസാനം കിടക്കുന്ന സംഖ്യ എത്ര? 2 അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പീരീഡ്. എളുപ്പ വഴി മനസ്സിലായ? ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് ആൻസർ എഴുതാനുള്ള മാർഗമാണ്. ഓക്കെ, അവസാനം വരുന്ന സംഖ്യ പീരീഡിനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ ആയ? അപ്പം 3-ൽ അവസാനിച്ചു, മൂന്നാമത്തെ പീരീഡ്. 2-ൽ അവസാനിച്ചു, രണ്ടാമത്തെ പീരീഡ്. അപ്പം നിങ്ങളൊരു കണക്ക് ചെയ്തു നോക്കെ. നിങ്ങളൊരു കണക്ക് ചെയ്ത ഫ്ലൂറിൻ 9. നിങ്ങൾ ചെയ്ത് നോക്കെ, ഫ്ലൂറിൻ 9. അപ്പം നിങ്ങൾ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു നോക്കെ. 1s2, 2s2, ഇപ്പം 4ആയി, 2p5, 9 ആയില്ലേ? ക്ലിയർ ആയ? അപ്പം ഇതിൻ്റെ പീരീഡ് നോക്കാം, 2. ശരി, അപ്പം പീരീഡ് കണ്ടുപിടിക്കുന്ന ക്ലിയർ ആയി. ഇനി നമുക്ക് ഗ്രൂപ്പിലേക്ക് പോകാം. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി അവസാനം വരുന്ന എസ്സിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. അവസാനം വരുന്ന എസ്സിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം. അവസാനം എസ്, ഈ കണക്ക് സോഡിയത്തിൽ നോക്കെ. അവസാനം എസ്, 1 ഇലക്ട്രോൺ വന്നു, ഒന്നാമത്തെ ഗ്രൂപ്പ്. അടുത്തതിനകത്ത് എസ് വന്നില്ല, അടുത്തതിനകത്ത് എസ് വന്നില്ല. ഇനി ഇതിൻ്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? എസ് അല്ലാതെ വരികയാണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി അവസാനം കിടക്കുന്ന 2 ഇലക്ട്രോൺ കൂട്ടുക. ഇവിടെ പി വന്നില്ലേ? അവസാനത്തെ 2 ഇലക്ട്രോൺ കൂട്ടുക. 2 × 2 4, എന്നിട്ട് അതിന് കൂടെ 10 കൂടെ കൂട്ടുക. എസ് അല്ലാതെ വരികയാണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് അവസാനത്തെ 2 ഇലക്ട്രോൺ കൂട്ടിയിട്ട് 10 കൂട്ടുക. 2 × 2 4, 10 കൂട്ടുന്നു 14. അടുത്ത കണക്ക് നോക്കുക. ഇവിടെ എസ് വന്നില്ല. 5 × 2 7, 10 കൂട്ടുന്നു 17. ശരിയായ? സബ്ഷെല്ലിൽ വെച്ച് പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും ഓക്കെ ആയ? പീരീഡ് കണ്ടുപിടിക്കുന്നത് അവസാനം വരുന്ന സൈഡിൽ കിടക്കുന്ന നമ്പർ നോക്കുക. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് അവസാനം വരുന്ന എസ്സിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കുക. എസ് വന്നില്ല എങ്കിൽ കൂട്ടിയിട്ട് 10 കൂടെ കൂട്ടുക. എന്തെളുപ്പോടെ? ക്ലിയർ ആയില്ലേ? ശരിയായ? ഇനി ബ്ലോക്ക് അറിയണ്ടേ? ബ്ലോക്ക് അറിയുന്നത് അവസാനം വരുന്ന സബ്ഷെൽ ഇംഗ്ലീഷ് അക്ഷരം നോക്കിയാൽ മതി. ഇവിടെ ഏതിൽ അവസാനിച്ചു? എസ്, എസ് ബ്ലോക്ക്. ഇവിടെ ഏതിൽ അവസാനിച്ചു? പി, പി ബ്ലോക്ക്. അടുത്തത് പി ബ്ലോക്ക്. കണ്ട? ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് അവസാനം വരുന്ന സബ്ഷെല്ലിൻ്റെ പേര്. ക്ലിയർ ആയ? അപ്പം 20 വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ഷെല്ല് വെച്ചും പഠിച്ചു, സബ് ഷെല്ല് വെച്ചും പഠിച്ചു. ഷെല്ല് വെച്ച് പഠിച്ചിട്ടുണ്ട്, അത് വളരെ എളുപ്പമാണ്. അത് നമ്മൾ പഠിച്ചത് പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കുന്ന ഷെല്ലുകളുടെ എണ്ണം, ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന അവസാനത്തെ ഇലക്ട്രോണിൻ്റെ എണ്ണം. അവസാനം 3-ന് മുകളിലോട്ട് വരികയാണെങ്കിൽ 10 കൂടെ കൂട്ടുക. പിന്നെ നമ്മൾ സബ് ഷെല്ല് വെച്ച് കണ്ടുപിടിച്ചപ്പോൾ അവസാനം വരുന്ന നമ്പർ പീരീഡ്, അവസാനം വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഗ്രൂപ്പ്. എസ് വന്നില്ലെങ്കിൽ അവസാനത്തെ 2 ഇലക്ട്രോണുകൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 10 കൂടെ കൂട്ടുക. ക്ലിയറായ? 10 കൂടെ കൂട്ടുക. അപ്പോൾ 20 വരെയുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി മനസ്സിലായ? ക്ലിയറായ? ഇനി വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ചെയ്തിരിക്കുന്ന കണക്ക് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ഷെല്ല് വെച്ച് നോക്കുക. പീരീഡ് ഗ്രൂപ്പ് ഈ 11ൻ്റെ കണക്ക് നമ്മൾ ഷെല്ല് വെച്ച് എങ്ങനെ എഴുതുന്നത്? 2, 8, 1. അപ്പോൾ ഇതിൻ്റെ പീരീഡ് തന്നെ നോക്കുക. 1, 2, 3, മൂന്നാമത്തെ പീരീഡ്. ശരിയല്ലേ? എന്നാണ്ട് ഗ്രൂപ്പ് അവസാനത്തെ ഇലക്ട്രോൺ 1, ഒന്നാമത്തെ ഗ്രൂപ്പ് അല്ലേ? ഓക്കെ, കണ്ട? അഥവാ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഓർബിറ്റൽ വെച്ച് പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന അറ്റോമിക് നമ്പർ വെച്ച് സാധാരണ പഠിച്ചാണെങ്കിൽ ഷെല്ല് വെച്ച് എഴുതി നോക്കുക. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാർബൺ 6ൻ്റെ 2, 4. ഓക്കെ, അപ്പോൾ പീരീഡ് ഷെല്ലിൻ്റെ എണ്ണം 1, 2. ഗ്രൂപ്പ് അവസാനം 4 വന്നു, 10 കൂട്ടുന്നു 14ാമത്തെ ഗ്രൂപ്പ്. ക്ലിയറായ? ഓക്കെ, അപ്പോൾ 20 വരെ ചെയ്യുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലേ? അപ്പം നിങ്ങളിത് ഓരോ പ്രോബ്ലംസ് എടുത്ത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തെല്ലാം കാണാൻ പറ്റും. അപ്പോൾ 20 വരെയുള്ള കണക്കിൻ്റെ പ്രോബ്ലമാണ് നമ്മളിപ്പം ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഷെല്ല് വെച്ചും സബ് ഷെല്ല് വെച്ചും ചെയ്യുന്ന മനസ്സിലായി. നമുക്ക് 21ലേക്കൊന്ന് പോകാം. ഇതാണ് +2 നിലവാരത്തിൽ ചോദിക്കുന്നത്. അത് 21 മുതൽ 30 വരെ പഠിക്കണം, പിന്നെ 31 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
നിങ്ങൾ പോലീസ് കോൺസ്റ്റബിളുടെ പരീക്ഷ, വനിതാ പോലീസ് പരീക്ഷ, ഇതെല്ലാം എഴുതിയിട്ടുള്ളവർക്ക് ഈ പ്രോബ്ലമാണ് ഇവിടെ തൊട്ടാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാം. നമുക്ക് 20 മുകളിലോട്ടുള്ള കണക്കുകൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലയുടെ കൂടെ ഒരാളെയും കൂടെ കയറ്റാൻ പോവുകയാണ്. നോക്കിക്കോണേ, നേരത്തെ പഠിച്ച അതേ ഫോർമുല 1s 2s 2p 3s 3p 4s ഇവിടം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരാളെയും കൂടെ വരുത്തുക 3d. കണ്ട, ഒരാളെയും കൂടെ നമ്മൾ എഴുതി. ഇനി നമുക്ക് 20 ഉള്ള കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 21ാമത്തെ മൂലകം എടുത്തു നോക്കിയ സ്കാൻഡിയം 21 നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഇതിങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യുന്നവർക്ക് ഇത് തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പം പഠിച്ച മോഡൽ ആദ്യം ചെയ്തു നോക്കുക. ഞാൻ നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം പഠിച്ച അതേ കണക്ക് 1s 2 കൊണ്ടു, അടുത്ത 2s 2 കൊണ്ട്, 2p 6, 3s2 3p 6 4s2 ഇവിടം വരെ 20 ആയിട്ടുണ്ട്. അടുത്ത 21 3d1 ഇവിടം വരെ നമ്മൾ പഠിച്ച മോഡലിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ആൻസർ കറക്റ്റ് ആവുന്നില്ല. 20ന് ശേഷം വരുന്നതെല്ലാം സംക്രമണ മൂലകങ്ങളാണ്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും, ഡി ബ്ലോക്ക് ആണ്. അപ്പം നമ്മളിത് കറക്റ്റ് എഴുതണമെങ്കിൽ തെറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയതിന് ശേഷം അവസാനം വരുന്ന 2 സബ്ഷെല്ലുകളെ പരസ്പരം മാറ്റി എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇത് നമ്മൾ ചെയ്തു നോക്കി, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മോഡലാണ് ചെയ്തത്. ഇനി കറക്റ്റ് ആൻസർ കണ്ടെത്തുന്ന നോക്കിയേ. 1s2 2s2 2p6 3s2 3p6. ഇനി ഇതാണ്ടേ 3d ഇപ്പുറത്ത് പോകണം. കണ്ട, എനർജി വെച്ചാണ് 3d ഇപ്പുറം പോവും, 4s അപ്പുറം പോകും. അപ്പോൾ കറക്റ്റ് നോക്കിയോ, 3d1 അത് അപ്പുറം പോയി, 4s2. ക്ലിയർ ആയ? എഴുതിയത് മനസ്സിലായ? ആദ്യം നേരെ എഴുതുന്നു, നമ്മൾ പഠിച്ച 20 വരെ പഠിച്ച മോഡൽ എഴുതുന്നു. ഓക്കെ, സംശയമില്ലല്ലേ? അതിനുശേഷം അവസാനം വരുന്ന 2 സബ്ഷെല്ലുകളെ പരസ്പരം മാറ്റി എഴുതുക. എനർജി ലെവൽ വെച്ചാണ് അത് മാറ്റി എഴുതുന്നത്. അപ്പോൾ ഞാൻ മാറ്റി എഴുതി. ഇനി നമുക്ക് ഇതിൻ്റെ പീരീഡും ഗ്രൂപ്പും ബ്ലോക്കും എല്ലാം ഒന്ന് പറയാം. പീരീഡും ഗ്രൂപ്പും ബ്ലോക്കും എല്ലാം ഒന്ന് പറയാം. പീരീഡ് കണ്ടുപിടിക്കുന്നത് അവസാനം വരുന്ന നമ്പർ. നമ്മൾ മാറ്റി എഴുതാതിരുന്നപ്പോൾ അവസാനം വന്ന നമ്പർ 3 അത് പീരീഡ് തെറ്റാണ്. മാറ്റി എഴുതിയപ്പോൾ 4 കിട്ടി. അപ്പം പീരീഡ് കണ്ടുപിടിക്കുന്നത് അവസാനം വരുന്ന നമ്പർ. അപ്പം 4ൽ അവസാനിച്ചു, 4ാമത്തെ പീരീഡ്. ഓക്കെ, 4ാമത്തെ പീരീഡ്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചത് അവസാനം വരുന്ന എസ്സിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ കൂട്ടിയിട്ട് 10 കൂട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, ഒരക്ഷരവും നിങ്ങൾ നോക്കണ്ട. അവസാനം വരുന്ന 2 ഇലക്ട്രോൺ കൂട്ടിന്ന് വെച്ചാൽ മതി. കാരണം ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 വരെ വരുന്ന ഗ്രൂപ്പാണ്. അപ്പം നമുക്കൊന്ന് കൂട്ടി നോക്കാം. 2 1 3. അപ്പോൾ ഇത് എത്രാമത്തെ ഗ്രൂപ്പാ? 3ാമത്തെ ഗ്രൂപ്പ്. കണ്ട, നമ്മൾ 20 വരെ ചെയ്ത കണക്കിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവസാനത്തെ എസ് നോക്കുന്നു, എസ് അല്ലെങ്കിൽ കൂട്ടി എഴുതുന്നു. പക്ഷെ ഇവിടെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവസാനം വരുന്ന 2 ഇലക്ട്രോണുകൾ കൂട്ടുക. ഇങ്ങനെ നിങ്ങൾ 30 വരെയുള്ള ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് അവസാനത്തെ 2 കൂട്ടുക. ഇനി 30ന് മുകളിൽ വരുമ്പോൾ അവസാനത്തെ 3 കൂട്ടുക. 40ന് മുകളിൽ വരുമ്പോൾ അവസാനത്തെ 4 കൂട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ടി. അപ്പോൾ പീരീഡ് 4ാമത്തത്, ഗ്രൂപ്പ് 3ാമത്തത്. 3ാമത്തെ ഗ്രൂപ്പ് വരുന്നത് എപ്പോഴും ഡി ബ്ലോക്ക് ആയിരിക്കും. കാരണം 3 മുതൽ 12 വരെ നമ്മൾ പഠിക്കുന്നതാണ്. 3 മുതൽ പീരിയോഡ് ടേബിളിനകത്ത് പഠിക്കുന്നതാണ്. 3 മുതൽ 12 വരുന്ന എപ്പോഴും ഡി ബ്ലോക്കാണ്. അപ്പോൾ 3 വന്നു. അപ്പോൾ ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക്. കേട്ടോ, ചെയ്ത് ക്ലിയർ ആയ? അപ്പം നമുക്ക് വേറെ കണക്ക് നിങ്ങളിന്ന് ചെയ്തേ. എൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. അപ്പോൾ സ്കാൻഡിയത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് വേറെ കണക്ക് എൻ്റെ കൂടെ തന്നെ ചെയ്തോ. ടൈറ്റാനിയം 22 നമുക്ക് നോക്കാം. ടൈറ്റാനിയം 22. ഓക്കെ, നമ്മളിപ്പം ചെയ്ത മോഡൽ നിങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഇതേ കണക്ക് നമ്മൾ പഠിച്ച മോഡൽ ആദ്യം എഴുതുക. ഇത് കുറച്ച് ചെയ്ത് ബാലൻസ് ആവുമ്പോൾ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാലും ചിലർക്ക് ഇത് പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ 2 രീതിയിലും പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d2 അല്ലേ, 3d2.
22 നോക്കാം, 4, 10, 12, 20, 22. ഇനി അവസാനത്തെ രണ്ടെണ്ണം മാറ്റി എഴുതുന്നു. കറക്റ്റ് ആൻസർ എഴുതുകയാണ്, മാറ്റി എഴുതുന്നു. 1s2, 2s2, 2p6, 3s2, 3p6. ഇനി ഇത് ഇപ്പുറത്തും പോവുക, 3d2, ഇതപ്പുറം പോവുക, 4s2. കറക്റ്റ് അല്ലേ? നിങ്ങൾ എഴുതിയതും കറക്റ്റ് തന്നെയാണല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ പീരീഡും ഗ്രൂപ്പും ഒന്ന് പരിചയപ്പെടാം. അവസാനം വരുന്ന നമ്പർ 4, നാലാമത്തെ പീരീഡ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് അവസാനത്തെ 2 ഇലക്ട്രോൺ കൂട്ടുക, 2 2 4, ഗ്രൂപ്പ് 4, ബ്ലോക്ക് ഡി ബ്ലോക്ക്. 3 മുതൽ 12 വരെ വരുന്നതെല്ലാം ഡി ബ്ലോക്കാണ്. ചെയ്യുന്ന മനസ്സിലായ? ക്ലിയറായ? നല്ലപോലെ ക്ലിയറായ? ശരി. ഇനി നമ്മൾ ഇങ്ങനെ എല്ലാ കണക്കും 30 വരെ ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി 2 കണക്കുകൾ കിടപ്പുണ്ട്. ഈ നിയമത്തിൽ നിന്നും അല്പം വ്യത്യാസമായിട്ട് വരുന്ന 2 കണക്കുകളുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. അതിൽ ഒരു കണക്ക് ക്രോമിയം 24. ഇത് നിങ്ങൾ ഈ കണക്ക് ചെയ്യുമ്പോൾ ഈ 2 പ്രോബ്ലംസുകൾ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. 24ാമത്തെ കണക്ക് അല്ലേ, ക്രോമിയം 24 എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെയാണ്, ചെയ്ത് നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d3. ഇങ്ങനെയാണ് ആദ്യം എഴുതിയത്. ഇനി തിരിച്ചിടുന്നു. ഇനി ഇവനെ തിരിച്ചിട്ട് എഴുതുന്നു. 1s2, 2s2, 2p6, 3s2, 3p6. അത് ഇവനെ മാറ്റി എഴുതുന്നു. 3d3, 4s2. ഇങ്ങനെയല്ലേ വന്നത്? ഇങ്ങനെയല്ലേ വന്നത്? ഓക്കെ. ഇനി ഇവിടുത്തെ ഒരു നിയമം കേട്ടോണം. ഈ തെറ്റുന്ന 2 കണക്കിന് നിയമമാണ്. ഡിക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഡിയിൽ 4 9 വരികയാണെങ്കിൽ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഡിയിൽ 4 9 വരികയാണെങ്കിൽ തൊട്ടടുത്ത എസിൽ നിന്നും 1 ഇലക്ട്രോൺ കടമെടുത്ത് 3നെ 4 ആക്കുക, 9 വരുന്നെങ്കിൽ 10 ആക്കുക. നമുക്കിവിടെ ഈ കണക്കിൽ നോക്കേ, ഡിക്കകത്ത് എത്ര വന്നു? 3 വന്നില്ലേടെ. അപ്പം ഇവിടുന്ന് ഒന്നെടുത്ത് കറക്റ്റ് ആക്കാം. നമുക്ക് ഇതേ കണക്ക് ചെയ്യുക. 1s2, 2s2, 2p6, 3s2, 3p6. 3ഡിക്കകത്ത് 3 വന്നില്ലേ, ഇവിടുന്ന് ഒന്നെടുത്ത് 4 ആക്കുന്നു, 3d4. അപ്പം ഇവിടെ ഒന്ന് കുറഞ്ഞു, 4s1. കണ്ട ഡിക്കകത്ത് 3 വന്നപ്പോൾ അപ്പുറത്തുനിന്ന് ഒന്നെടുത്ത് 4 ആക്കി. 2 കണക്കുകളേ ഉള്ളൂ, അതിലൊരു കണക്കാണിത്. ഇനി നമുക്ക് ബാക്കി പറഞ്ഞ എല്ലാം നോക്കാം. ഏത് പീരീഡ്, ഏത് ഗ്രൂപ്പ്, ഏത് ബ്ലോക്ക്. പീരീഡ് കണ്ടുപിടിക്കുന്നത് അവസാനം വരുന്ന സംഖ്യ 4. ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന അവസാനത്തെ കൂട്ടി നോക്കുക, 4 1 5. ബ്ലോക്ക് ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക് വരാൻ കാരണം 13 വരെ, 3 മുതൽ 12 വരെ ഡി ബ്ലോക്കാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ക്രോമിയം ചെയ്യുന്ന മനസ്സിലായ? ഇനി ഈ വർഷം വനിതാ പോലീസിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അടുത്ത ചോദ്യം. ഈ വർഷം നടന്ന വനിതാ പോലീസിന് ചോദിച്ചതാണ് അടുത്ത ഈ തെറ്റുന്ന കണക്ക്. അതും കൂടെ നമുക്ക് ചെയ്യാം. കോപ്പർ 29. വനിതാ പോലീസിൻ്റെ എക്സാമിന് കയറി ചോദിച്ച ക്വസ്റ്റ്യനാണ് കോപ്പർ 29. നമുക്ക് ചെയ്ത മോഡലിൽ തന്നെ ചെയ്യുക. നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യോ, എൻ്റെ കൂടെ ഒന്ന് ചെയ്തോ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d എത്ര? 4 10 12 18 18 2 20, 3d10. പിന്നെന്താണ്? 4s. 4 10 12 18 2 20, ബാക്കി ഇവിടെ 9 29 അല്ലേ, 29. നമ്പർ 29 അല്ലേ, അപ്പോൾ 29 വന്നു. അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, കറക്റ്റ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അവസാനം വരുന്ന ഇപ്പുറത്തോട്ട് ഇടുക ആണ്. ഇപ്പോൾ കറക്റ്റ് എഴുതുന്നു. 1s2, 2s2, 2p6, 3s2, 3p6. ഇനി ഇപ്പുറത്ത് വരിക, 3d9, 4s2. ഓക്കെ. അപ്പോൾ ഡിക്കകത്ത് നോക്കൂ, 9 വന്നു. നമ്മൾ പറഞ്ഞ നിയമം ഓർക്കുക, 4 9 വരികയാണെങ്കിൽ 1 ഇപ്പുറത്ത് എടുക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഡിക്കകത്ത് 9 വന്നല്ലോടെ. അപ്പോൾ ഇവിടുന്ന് ഒന്നെടുത്തേ, കറക്റ്റ് ആയിക്കോ. നിങ്ങൾ എഴുതിക്കോ, ആൻസർ എഴുതിക്കോ. 1s2, 2s2, 2p6, 3s2, 3p6. 9 വന്ന് ഇപ്പുറത്ത് എടുത്തോ, 3d10, 4s1. കണ്ട, 3d10, 4s1. അപ്പോൾ പീരീഡ് 4ാമത്തെ പീരീഡ്. ഗ്രൂപ്പ് 10 1 11. ബ്ലോക്ക് ഡി ബ്ലോക്ക്.
കണ്ട, വനിതാ പോലീസും ചോദിച്ചതാണ്ട് ഇങ്ങനെയാ. 3D10 4s1 ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം ഏത് ബ്ലോക്കിൽ നിന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ബ്ലോക്ക് വേണ്ട, പീരീഡും ഗ്രൂപ്പും എല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ക്ലിയറായ ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ക്ലിയറായ. ഇനി 30 മുകളിലോട്ട് വരുമ്പോൾ, ഇപ്പം നമ്മൾ 29, 30 വരെ പഠിച്ചു, എല്ലാം എഴുതും. ഇനി 30 മുകളിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ 30 മുകളിലോട്ടുള്ള കണക്ക് വരുമ്പോൾ ഈ ഫോർമുലയുടെ കൂടെ ഒരാളെയും കൂടെ കയറ്റുകയാണ്. ഇതാണ് ഇപ്പോൾ നടന്ന പോലീസിൻ്റെ എക്സാമിന് കയറി ചോദിച്ചത്. അപ്പോൾ ആ ഫോർമുല ഒന്ന് പറയുകയാണ്. 1s 2s 2p 3s 3p 4s 3d 30 വരെ ഇത്രയും മതി. അതിനുശേഷം 4p. കണ്ട, 30 മുകളിലോട്ട് വരുന്ന കണക്കുകൾ 4pയിലേക്ക് പോവാം. അപ്പം പോലീസിന് ചോദിച്ച ക്വസ്റ്റ്യൻ എടുക്കാം. ഗാലിയം 31 ഇതാണ് എക്സാമിന് കയറി ചോദിച്ചത്. അപ്പം നമുക്ക് നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d10 4p1. ഓക്കെ, ഇവിടം വരെ എഴുതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇവർ തമ്മിൽ പരസ്പരം മാറ്റി എഴുതണം. അപ്പം നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 ഇവനെ മാറ്റി എഴുതുന്നു. 3d10 4s2 4p1. ഓക്കെ, ഇനി പീരീഡും ഗ്രൂപ്പ് എല്ലാം എഴുതാം. പീരീഡ് അവസാനം വരുന്ന സംഖ്യ 4. ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു 30 മുകളിലോട്ട് വരുമ്പോൾ അവസാനത്തെ 3 കൂട്ടുക. 10 3 കൂട്ടുന്നു. 10 2 12 1 13. ഗ്രൂപ്പ് കണ്ട, 13ാമത്തെ ഗ്രൂപ്പ്. ബ്ലോക്ക് അവസാനം വരുന്ന ഇംഗ്ലീഷ് അക്ഷരം പി. അപ്പം നിങ്ങൾക്ക് സംശയം വന്നു, ഡി വന്നു, ഡി ബ്ലോക്ക് അല്ലേ എന്ന്. പക്ഷേ ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എത്ര വരെ? 12 വരെയുള്ള ഗ്രൂപ്പേ വരത്തുള്ളൂ. ഇത് എത്രാമത്തെ ഗ്രൂപ്പ്? 13. അപ്പോൾ ഏത് ബ്ലോക്ക്? പി ബ്ലോക്ക്, അലൂമിനിയം കുടുംബത്തിൽ വരുന്നതാണ്. അപ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എല്ലാം എഴുതുന്ന ക്ലിയറായ നല്ലതുപോലെ. അപ്പോൾ 1 മുതൽ നമ്മൾ 30 മുകളിലോട്ട് വരുന്ന കണക്ക് വരെ ചെയ്തു.